സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംസ്ത ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഹരിനാമകീർത്തനം 21-ാമത്തെ ശ്ലോകം. രൗഘോഷനെന്നു ചിലർ ഭാഷിക്കിലും ചിലർ കളീപാപിയെന്നു പറയുന്നാകിലും മനസ്സി ആവോ നമുക്കു തിരിയായെന്നുറച്ചു തിരുനാമങ്ങൾ ചൊൽക. ഹരിനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. റൗ എന്ന അക്ഷരം നിന്ദയെ സൂചിപ്പിക്കുന്നു. സമൂഹം ഒരു വിഡ്ഢിയെന്ന് പറഞ്ഞ് പരിഹസിച്ചാലും മറ്റു ചിലർ ഭയത്തോടുകൂടി പാപിയാണ് എന്ന് പറഞ്ഞ് അകറ്റി നിർത്തിയാലും ഇതൊന്നും തന്നെയല്ല എന്ന ഭാവത്തിൽ ഉറച്ച് നാമം ജപിക്കാനുള്ള കഴിവുണ്ടാക്കി തരണേ നാരായണ, അങ്ങേക്ക് നമസ്കാരം. സാധാരണ ലൗകിക ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് ഒരുവൻ ഭക്തിയുടെ പാതയിൽ വന്ന് നാമജപാദി കാര്യങ്ങളിൽ ശ്രദ്ധ ഊന്നിത്തുടങ്ങിയാൽ സമൂഹത്തിന് അതിൽ കാര്യമായ മാറ്റം അനുഭവപ്പെടുന്നു. അവർക്ക് ഉൾക്കൊള്ളാവുന്നതിൽ അപ്പുറമാണ് അത്. സദാ നാമം ജപിക്കുകയും ഭാഗവതാദി പുരാണങ്ങളിൽ കൂടി ഭഗവാനെ അറിയാൻ ശ്രമിക്കുകയും സത്സംഗങ്ങളിൽ ഇരിക്കുകയും സജ്ജനങ്ങളായി കൂട്ടുകൂടുകയും ചെയ്യുന്നതിലൂടെ ലൗകിക കാര്യങ്ങളിൽ ശ്രദ്ധ കുറയും. അങ്ങനെ വരുമ്പോൾ കൂടെയുള്ളവർ അവനെ പരിഹസിക്കുകയും ദേഷ്യപ്പെടുകയും അകറ്റി നിർത്തുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ വരുമ്പോൾ മനസ്സിൽ പല വേദനകളും ഉണ്ടാവാം. ആ സമയത്ത് ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്നു കരുതി ഭഗവത്പാദങ്ങൾ മുറുകെ പിടിക്കാനുള്ള മനഃശക്തി ഉണ്ടാക്കിത്തരണേ ഭഗവാനെ. കൂടുതൽ നാമം ജപിക്കാനും സത്യത്തെ അറിയാനും സജ്ജന സംസർഗം ഉണ്ടാക്കിത്തരാനും അങ്ങ് കാരുണ്യം ചൊരിയണേ. അങ്ങല്ലാതെ മറ്റൊരാൾ കൂടെയില്ല. ആ പാദങ്ങൾ വിടില്ലാട്ടോ നാരായണ. പാദ നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥന്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. രാധേ രാധേ.